നമ്മൾക്ക് രക്ഷ നൽകുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ വചനമാംസമായ യേശു നമ്മുടെ ഇടയിൽ വസിച്ചു, നമ്മോടുകൂടെ ആയിരുന്നു. സ്വർഗരാജ്യത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചുമൊക്കെ അക്കാലങ്ങളിലെ പ്രവാചകന്മാരിലൂടെയും ശിഷ്യന്മാരിലൂടെയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തി മനുഷ്യനായി ലോകത്തിൽ 33 വർഷം ജീവിച്ച് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയ യേശു കർത്താവ് ഇപ്പോഴും നമ്മോടുകൂടെ പ്രവർത്തന നിരതനായി നമുക്കൊപ്പം ഇരിക്കുന്നു എന്നുള്ള സത്യത്തെ നമുക്ക് മനസ്സിലാക്കാം. യുഗാന്ത്യത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന വചനം നമ്മളോട് പറഞ്ഞുകൊണ്ടാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് ലോകജനതയായ ദൈവത്തിൻ്റെ മക്കളായ നമ്മളോട് ഉരുവിട്ടുകൊണ്ടാണ് കർത്താവായ യേശു ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നുപോയത്. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായിരിക്കുമ്പോൾ സ്വർഗീയ സൈന്യത്തോടുകൂടെ സ്വർഗീയ സിംഹാസനത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് അവൻ